നമസ്കാരം. അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തിലെ 4 സഹോദരങ്ങൾക്കും ദുബായിൽ ഒന്നിച്ച് അന്ത്യവിശ്രമം. അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തിലെ 4ാമത്തെ കുട്ടിയും കഴിഞ്ഞ ദിവസം മരിച്ചു. 7 വയസ്സുകാരനായ അസം അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. 4 കുട്ടികളുടെയും ഖബറടക്കം ഒരുമിച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം കൊണ്ടോട്ടി കിഴിശ്ശേരി പുളിയക്കോട് സ്വദേശി മലയൻ അബ്ദുൽ ലത്തീഫിൻ്റെ മക്കളായ അഷാസ്, അമ്മാർ, അയാഷ്, വീട്ടുജോലിക്കാരി പൊന്നാനി ചമ്രവട്ട സ്വദേശിനി ബുഷ്ര എന്നിവരായിരുന്നു വാഹനാപകടത്തിൽ മരിച്ചത്. ബുഷ്രയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. മലപ്പുറം തിരൂർ സ്വദേശികളായ അബ്ദുൽ ലത്തീഫിൻ്റെയും റുക്സാനയുടെയും മകനാണ് അസാം. അപകടത്തിൽ മരണപ്പെട്ട അഷസ്, അമ്മാർ, അയാഷ് എന്നിവരുടെ സഹോദരങ്ങളാണ്. ദമ്പതികളുടെ 5 മക്കളിൽ 10 വയസ്സുകാരിയായ ഇസ മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അബുദാബിയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണത്തിലായിരുന്ന അസമിനെ രക്ഷിക്കാൻ ഡോക്ടർമാർ അവസാന നിമിഷം വരെ പരിശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. പിതാവ് അബ്ദുൽ ലത്തീഫും മാതാവ് റുക്സാനയും സഹോദരിയും ചികിത്സയിലാണ്. ലിവ ഫെസ്റ്റ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയുണ്ടായ അപകടമാണ് കുടുംബത്തെ കീഴ്മേൽ മറിച്ചത്. ശനിയാഴ്ച വൈകിട്ട് അബുദാബിയിൽ നിന്ന് അല്ലൈനിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. വർഷങ്ങളായി അബുദാബിയിൽ ബിസിനസ് നടത്തുകയായിരുന്നു ലത്തീഫും കുടുംബവും. മറ്റൊരു അപകടത്തിൽ ജിദ്ദയിൽ മരിച്ച ജലീലിൻ്റെയും കുടുംബാംഗങ്ങളായ മറ്റ് 3 പേരുടെയും ഖബറടക്കം സൗദിയിൽ തന്നെയായിരിക്കും. ട്രാഫിക് വകുപ്പ് നടപടികൾ പൂർത്തിയായ ശേഷമാകും ഇതെന്ന് അധികൃതർ അറിയിച്ചു.